കേരളം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ ആൾക്കാരെയും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ ജീവിക്കാനും എനിക്ക് ഇഷ്ടം തോന്നുകയാണ് എന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയ മൊണാലിസ മനോരമ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്. ഇപ്പോൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ, ഡയറി ഓഫ് മണിപ്പൂർ എന്നും അങ്ങനെ എങ്ങാണ്ടാണ് ഒരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് എത്തുന്നത് തന്നെ നമ്മുടെ മൊണാലിസയാണ്. സോ അതിന് വേണ്ടിയിട്ട് അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൊണാലിസ ഇൻഡോറിൽ. സോ ഇതിനിടയിൽ കേരളത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവരുന്നു. കേരളവും മലയാളികളെയും ഒക്കെ കാണുന്നു. എല്ലാവരെയും ഇഷ്ടപ്പെട്ടു, നാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് മൊണാലിസ പറയുന്നത്. മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ജീവിക്കാൻ താൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്നു എന്ന് കൂടി അവർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയിലേക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എത്തുമോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരുമോ എന്ന്. തീർച്ചയായിട്ടും വരുമെന്നാണ് അതിന് മൊണാലിസ മറുപടിയായിട്ട് പറയുന്നത്. ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ഛായാചിത്രമുണ്ട് മൊണാലിസ. 1503-നും 6-നും ഇടയിൽ ലിയനാർഡോ ഡാവിഞ്ചി വരച്ചൊരു ചിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊണാലിസ എന്ന പേര് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കുംഭമേളയിലൂടെ പ്രസിദ്ധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മൊണാലിസ. അപ്പോൾ കേരളത്തിലേക്ക് വരികയും വളരെ അത്ഭുതത്തോടെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുകയും ഒക്കെ ചെയ്യാണ്. ശരിക്കും ജ്ഞാനിയായിട്ടുള്ള നമ്മുടെ പൂന്താനം, അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ വരികളുണ്ട്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന്. ഞാനിത് പറയുന്ന പശ്ചാത്തലം ശരിക്കും ഈ 4 വരികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. പോഡ്കാസ്റ്റുകളുടെ കാര്യമെടുത്താൽ ഇന്ത്യയിലെ ടോപ്പ് 1 പൊസിഷനിൽ നിന്നിരുന്ന ഒരാളാണ് രൺവീർ ഷോയിലൂടെ അദ്ദേഹം ജയശങ്കറിനെ പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തെ പോലുള്ളവർ, അതുപോലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെലിബ്രിറ്റീസിനെ, എന്തിന് നമ്മുടെ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും അടക്കം പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യക്ക് പുറത്തുള്ളവർ പോലും ഇദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. രൺവീറിൻ്റെ വാവിട്ട വാക്ക്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറയുന്ന ആ വരികൾ എത്ര ശരിയാണ്. അതുപോലെ വെറും 1-2 ദിവസം കൊണ്ട് ഇന്നിതാ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മൊണാലിസ മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ അവർ വന്നിരിക്കുകയാണ്, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ചിലപ്പോൾ മലയാള സിനിമയിൽ നാളെ ഒരു നടിയായിട്ടെത്താം. വളരെ പോപ്പുലറായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോകൾക്ക് വലിയ രീതിയിലുള്ള റീച്ചാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്നത്. സോ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറയുന്ന ആ വരികളും എത്ര ശരിയാണ്. എന്തായാലും മലയാളികളുടെയും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഇതിനോടകം തന്നെ മൊണാലിസ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ മലയാള സിനിമയിലും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും.